ഏലം കൃഷി എന്ന് പറയുന്നതിൻ്റെ മരുന്ന് കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് ഏലം കൃഷിക്ക് മരുന്ന് തളിച്ചില്ലെങ്കിൽ ഈ കൃഷി നശിച്ചു പോകും. 22 ദിവസങ്ങൾക്കുള്ളിൽ ഏലത്തിന് മരുന്ന് തളി കൃത്യമായിട്ട് നടത്തണം. അതുപോലെ വളപ്രയോഗവും. ഏലം കൃഷിയിൽ ഒരിക്കലും നഷ്ടമുണ്ടാകുമെന്ന് എൻ്റെ ജീവിതാനുഭവത്തിലില്ല. കാരണം ചിലപ്പം വിലക്കുറവുണ്ടാവും. ആ നഷ്ടം കൂടെ പരിഹരിച്ച് തരാൻ പറ്റുന്ന വലിയൊരു കൃഷി തന്നെയാണ് ഏലം കൃഷി. ഇതിൻ്റെ ശരങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടിൽ ഉണ്ടാവും. ഈ ശരങ്ങളിൽ നിന്നാണ് കായ ഉണ്ടാകുന്നത്. ഈ ഏലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കായ ഉണ്ടായിക്കഴിഞ്ഞ് മാത്രമേ ഇതിന് പൂവുണ്ടാവുകയുള്ളൂ. പുതിയതായിട്ട് കൃഷി ചെയ്യുന്ന ഏലം എന്ന് പറയുന്നത് ഞള്ളാനി ഇനത്തിൽപ്പെട്ട ഒരു ഏലമാണ്. ഇതൊരു കർഷകൻ കണ്ടുപിടിച്ചതാണ്. പുളിയമ്മലയുള്ള ഞള്ളാനി കൊച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യൻ കണ്ടുപിടിച്ചൊരു വെറൈറ്റിയാണ്. അതാണ് ഇന്ന് കേരളത്തിലൊട്ടുക്കും കൃഷി ചെയ്യുന്നത്. വയനാട്ടിലും ഇടുക്കിയിലും മൈസൂറും കർണാടകത്തിലും എല്ലാം കൃഷി ചെയ്യുന്നത് ആ ഇനമാണ്. ഏലത്തിൻ്റെ വിളവെടുപ്പെന്ന് പറഞ്ഞാൽ 40 ദിവസം കൂടുമ്പോൾ ഇത് വിളവെടുക്കാം. ഇതെടുത്ത് കഴുകി ഇത് ഇലക്ട്രിക് സ്റ്റോറിലോ ഡ്രയറുകളിൽ ഉണക്കിയാണ് ഇതെടുക്കുന്നത്. 18 മുതൽ 22 മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഏലക്ക ഉണങ്ങിയെടുക്കും. പണിക്കാർ പറിച്ചെടുക്കുന്ന ഈ ഏലം കൃഷിക്കാർ ലോക്കൽ വ്യാപാരികൾക്ക് വിൽക്കുന്നു, അല്ലെങ്കിൽ ഉണക്കി സ്പൈസസ് ബോർഡിന്റെ ഏലം ഓപ്ഷനിലേക്ക് പൂൾ ചെയ്യുന്നു. ഒരു കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കായ അത് മാർക്കറ്റിൽ എത്തിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഏലം നമ്മൾ ഒരു ഓപ്ഷൻ സെൻറ്ററിൽ അല്ലെങ്കിൽ ഓപ്ഷൻ സെൻറ്ററിൽ എത്തിക്കുമ്പോൾ ഒരേ സമയത്ത് ഒരുപാട് ഡീലേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ട്രേഡേഴ്സ് അവൻ്റെ ഏലക്കായ്ക്ക് വേണ്ടി കോമ്പറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ കോമ്പറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അയാൾക്ക് ആ സമയത്ത് ഏറ്റവും മികച്ച അല്ലെങ്കിൽ അന്നത്തെ ഏറ്റവും മികച്ച വില തന്നെ ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് സ്പൈസസ് ബോർഡ് ഒരുക്കി കൊടുക്കുന്നത്. നമുക്ക് മെയിനായിട്ട് ഓപ്ഷൻ വരുന്ന 2 സ്ഥലത്ത് വെച്ചിട്ടാണ്. ഒന്ന് ബോഡിയിലും ഒന്ന് കുറ്റടിയിലുള്ള സ്പൈസസ് ബോർഡിലും. അപ്പം താഴെ ബോഡിയിലാണ് ഇപ്പോൾ നമ്മുടെ അഡ്മിൻ വരുന്നത്. അഡ്മിൻ അവിടുന്ന് നമ്മൾ ഇവിടെ ഇരുന്ന ലോട്ടിനനുസരിച്ച് പ്രൈസ് അവിടുന്ന് തന്നെ എൻ്റർ ചെയ്ത് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിലേക്ക് വരും. നമ്മളിവിടുന്ന് അത് ലോട്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത് 2 സൈഡിലുമായിട്ട് കാണുന്ന പോലെ ലോട്ട് അതാത് ആൾക്കാരിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ ആൾക്കാർ ഇട്ടിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മേടിക്കുന്ന ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന പോലെ അവരിങ്ങനെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നു. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് നമ്മൾ ഈ സാമ്പിള് അവരുടെ പേരിലേക്ക് നമ്മൾ എഴുതി അവരുടെ കയ്യിലാണ് കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് ബേസിക്കലി ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. സ്ക്രീനിൽ കാണുന്ന പോലെ ഇതാണ് അവരുടെ ബേസിക് പ്രൈസ് വരുന്നത്. ഇവിടുന്ന് ബിഡിങ് സ്റ്റാർട്ട് ചെയ്ത് ബാക്കിയുള്ളവർ അവർക്ക് വേണ്ട അനുസരിച്ച് ബിഡ് ചെയ്ത് ഇപ്പം 2580 തുടങ്ങി 2610 വരെ അവർ ബിഡ് ചെയ്ത് കയറി വന്നേക്കാണ്. നമ്മുടെ ഇപ്പം ഒരു ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡെയിലി ഒരു 3 CR മുതൽ നമുക്കൊരു 30 CR പ്ലസ് വരെ നമുക്ക് ഡെയിലി ഇവിടെ കാർഡമംസ് നമുക്കിവിടെ ഓപ്ഷനിൽ പോകുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ സിസ്റ്റത്തിലെ ലൈവ് ആക്ടിവിറ്റീസ് നമുക്ക് ലൈവായിട്ട് സ്ട്രീമിംഗ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ഡിസ്പ്ലേസിൽ കാണാം. അവിടെയുണ്ട്. നമുക്ക് നേരെ സെൻറ്ററിൽ ഒരു ഡിസ്പ്ലേ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് യൂട്യൂബിലും സ്പൈസസ് ബോർഡിൻ്റെ ഇതിൽ നമുക്ക് ലൈവായിട്ട് ഓപ്ഷൻ്റെ ബിഡിങ് റേറ്റ്സും ആവറേജസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ നമുക്ക് കയ്യിൽ വരുമ്പോൾ നമുക്കിതൊരു പുതിയ കായാണോ അല്ലെങ്കിൽ പഴയ കായാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ഇതൊന്ന് കയ്യിലിട്ട് നമ്മളിങ്ങനെ ഞെക്കി നോക്കുമല്ലോ, അപ്പോൾ ഇതിന് തണുപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ സ്മെല്ല് ചെയ്ത് നോക്കും. അപ്പോൾ സ്മെല്ല് ചെയ്ത് നോക്കുമ്പം നമുക്കിത് പഴയ കായാണോ പുതിയ കായാണോ എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലിറ്റർ വെയിറ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം ലിറ്റർ വെയിറ്റ് കറക്റ്റാണോ അല്ലെങ്കിൽ അത് ലിറ്റർ വെയിറ്റ് എത്ര കാണും എന്ന് ഏകദേശം നമ്മൾ കയ്യിലിട്ട് നോക്കുമ്പോൾ നമുക്കൊരു വെയിറ്റ് അറിയാൻ പറ്റും. പിന്നെ കയ്യിലിട്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് എന്തൊരു റിജക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നല്ല കായ എത്രയുണ്ട്, 8-ന് എന്നാ % ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിലിട്ടിട്ടാണ് നോക്കിയെടുക്കുന്നത്. അത് നമുക്ക് ടേബിളിലിട്ടും ജസ്റ്റ് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നോക്കിയാണ് ഇതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടാണ് നമ്മളിത് മേടിക്കുന്നത്.